നമ്മൾ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ സ്വത്ത് നിധി എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മക്കൾ തന്നെയാണല്ലേ. എന്നാൽ നമ്മുടെ മക്കൾക്ക് പരീക്ഷയിൽ ഒരല്പം മാർക്ക് കുറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ മിടുമിടുക്കനായിരുന്നു അല്ലെങ്കിൽ മിടുമിടുക്കിയായിരുന്നു, നീ അതിൻ്റെ പകുതി പോലുമില്ല, ഇങ്ങനെ പറയാറുണ്ടോ? അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ കുട്ടിയെ കമ്പയർ ചെയ്ത് അല്ലെങ്കിൽ മറ്റു മക്കളുമായി താരതമ്യപ്പെടുത്തി പറയുമോ? അതുപോലെ കുഞ്ഞിൻ്റെ ക്ലാസ്സിലെ മറ്റു കുട്ടികൾ അല്ലെങ്കിൽ ബന്ധുക്കളായ മറ്റു കുട്ടികൾ ഇവരെയൊക്കെ താരതമ്യപ്പെടുത്തി അവൻ എത്ര മിടുക്കൻ അല്ലെങ്കിൽ മിടുക്കി ആണെന്ന് നോക്ക്, നീയോ വെറും മണ്ടൻ അല്ലെങ്കിൽ മണ്ടി, നിനക്കിനിയെങ്കിലും നന്നാകണം എന്ന് തോന്നുന്നില്ലേ? ഇങ്ങനെയുള്ള ഡയലോഗുകൾ നിങ്ങളുടെ മക്കളുടെ അടുത്ത് നിങ്ങൾ പറയുമോ? എങ്കിൽ ഒന്നോർത്തുകൊള്ളൂ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ എത്ര തന്നെ സ്നേഹിച്ചാലും നിങ്ങൾ നിധികൾ എന്ന് കരുതുന്ന നിങ്ങളുടെ മക്കളുടെ മുന്നിൽ ഒരിക്കലും നിങ്ങളൊരു നല്ല പാരൻറ്റ് ആവുകയില്ല. ഇങ്ങനെയുള്ള ഡയലോഗുകൾ കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ പഠിത്തം തന്നെ വെറുത്തു പോകും. ഓരോ കുട്ടിയും ഡിഫറൻ്റാണ്, അവൻ്റെ കഴിവുകളും. നന്നായി മാത്സ് ചെയ്യുന്ന ഒരു കുട്ടി ഒരു പക്ഷേ ബയോളജിയിൽ പിന്നോട്ടാവാം. അതുപോലെ കമ്പ്യൂട്ടർ സയൻസിലും പ്രോഗ്രാമിങ്ങിലുമൊക്കെ മിടുക്കനായ ഒരു കുട്ടി കെമിസ്ട്രിയിൽ പിന്നിലോട്ടാവാം. നന്നായി ഭാഷാ പ്രാവീണ്യമുള്ള ഹിസ്റ്ററിയിലെ വർഷങ്ങളൊക്കെ നന്നായി ഓർമ്മിക്കുന്ന ഒരു കുട്ടി ഫിസിക്സിൽ പിന്നിലോട്ടാവാം. അതുപോലെ തന്നെ നന്നായി പടം വരയ്ക്കാൻ അറിയാവുന്ന, നന്നായി പാട്ട് പാടുന്ന, നന്നായി നൃത്തം ചെയ്യുന്ന, സ്പോർട്സിൽ നന്നായി പെർഫോം തെളിയിക്കുന്ന കുട്ടികൾ അവർ ഓരോരുത്തരും അവരുടെ മേഖലയിൽ നന്നായി പെർഫോം ചെയ്യും, മറ്റുള്ള മേഖലയിൽ പിന്നിലോട്ടുമായിരിക്കും. മത്സ്യങ്ങൾ വെള്ളത്തിൽ നന്നായി നീന്തുമല്ലേ, എന്നാൽ ഈ മീനുകളെ പിടിച്ച് നന്നായി മരം കയറുന്ന അണ്ണാനെ പോലെ ഒരു മരത്തിലോട്ട് കയറാൻ പറഞ്ഞാൽ വെള്ളത്തിൽ നിന്നും കരയിലെടുത്ത് വെക്കുമ്പോഴേ പ്രാണവായു ഇല്ലാതെ അതിൻ്റെ ജീവൻ പോകുമല്ലേ. അതുപോലെ തന്നെ ഒരു അണ്ണാനെ, അതായത് സ്ക്വയറലിനെ പിടിച്ച് നീന്താൻ പറഞ്ഞ് വെള്ളത്തിലിട്ടാൽ എന്തായിരിക്കും സ്ഥിതി? അതുപോലെ എത്ര ഉയരത്തിൽ പറക്കുന്ന ഒരു പക്ഷിയായാലും അതിനെ ഒന്ന് പാമ്പിനെ പോലെ എഴയാൻ പറഞ്ഞാൽ അതിന് പറ്റുമോ? ഇല്ല അല്ലേ. തിരിച്ചും ഇതുപോലെ ജന്തുക്കളായാലും പക്ഷികളായാലും ജീവശാസ്ത്രപരമായി ഡിഫറൻ്റാണ് അവരുടെ കഴിവുകളും. അതുപോലെ തന്നെ ഓരോ കുട്ടിയും ഡിഫറൻ്റാണ്, അവരുടെ ടാലൻസും ഡിഫറൻ്റാണ്. ഓരോ കുട്ടിയുടെയും ബൗദ്ധികപരമായ കഴിവുകൾ ബ്രെയിനിൻ്റെ ഫങ്ഷൻ അനുസരിച്ചും ജനിതകപരമായ സവിശേഷതകൾ കൊണ്ടും ഓരോ കുട്ടിക്കും വ്യത്യസ്തമാണ്. ഇത് മനസ്സിലാക്കാതെയാണ് പലപ്പോഴും മാതാപിതാക്കളും ടീച്ചേഴ്സുമൊക്കെ കുട്ടികളോട് പെരുമാറുന്നതും. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, എന്നേ കാലഹരണപ്പെട്ടു പോയ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഇന്നും നമ്മുടെ രാജ്യത്ത് പിന്തുടർന്നു പോകുന്നത്. കുട്ടികൾ അവർക്ക് മനസ്സിലാകാതെ എന്തൊക്കെയോ പഠിക്കുകയാണ്, എന്നാൽ ഭാവിയിൽ അവർക്ക് പ്രയോജനം ചെയ്യുന്നത് ഒന്നും, അതായത് പ്രാക്ടിക്കൽ ലൈഫിൽ യൂസ് ചെയ്യാനായിട്ട് ഒന്നും അവർ പഠിക്കുന്നില്ല.